കിട്ടിയത് എന്തായാലും നല്ല വൃത്തിയുള്ള റൂമായ കൊണ്ട് പള്ള നിറച്ചു ഉറങ്ങി. രാവിലെ തന്നെ നമ്മൾ റൂം വെക്കേരി ചെയ്ത് പോവാണ്. ഓരോ ദിവസം നമ്മളെ റൂം ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കും. അതിനെക്കൊണ്ടാണ് ബേഗൊക്കെ തൂക്കി എന്നും ഇങ്ങനെ പോകുന്നത്. നമ്മൾ പാഹർഗഞ്ച് അങ്ങാടിയൊക്കെ നന്നായിട്ട് അലമ്പായി കിടക്കുന്നു. കുറച്ച് ആൾക്കാർ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മളെ നാട്ടിലത്തെ മാതിരിയല്ല, ഒരാൾ 30-40 ഇഷ്ടികയാണ് ഒറ്റക്ക് എടുക്കുന്നത്. ഈ കുട്ടികളെ കണ്ടോ, ഇവരെന്തോ പേന പെൻസിലോ എന്തോന്ന് വിൽക്കുകയാണ്. അങ്ങനത്തെ ഒരുപാട് കുട്ടികൾ ഈ തെരുവ് കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. രാവിലെ തന്നെ അങ്ങനെ ചായ പിടിക്കാൻ കയറി. ഈ ഒരു ഭാഗത്ത് വന്നാൽ വലിയൊരു കുഴപ്പമില്ലാണ്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ 2 കേരള ഹോട്ടലുണ്ട്. പക്ഷെ അടുത്ത ആൾക്കാർ മുഴുവൻ ഹിന്ദിക്കാരാണ്. അങ്ങനെ പോകുന്ന വൈകിട്ട് പിന്നെ റിക്ഷയിൽ ഒരാൾ ഫുള്ള് വെള്ളം കൊണ്ട് ഇങ്ങനെ പോകും. ഞങ്ങൾ ബസ് വരുന്നുണ്ടോ നോക്കി ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ താത്ത ഞങ്ങളോട് ചോദിക്കാണ്ട് ബസ് എന്താ വരാത്ത, സമയമായില്ലേ, എപ്പോഴുള്ള ബസ് വരിക. എന്റെ പൊന്നാർ താത്ത, ഞങ്ങൾക്ക് ഇവിടുത്തെ ബസ്സിന്റെ സമയം ഒന്നും അറിയില്ല എന്ന് അറിയുന്ന ഭാഷയിലൊക്കെ പറഞ്ഞ് ഞങ്ങൾ കഴിച്ചു. ഇവിടുത്തെ ബസ്സിന്റെ ഒക്കെ ഒരു വൃത്തി കണ്ടോ, 3/4 ഭാഗം വണ്ടികളും ഫുള്ള് ഇലക്ട്രിക്. കാത്തുന്ന അവസാനം ഞങ്ങൾക്ക് പോകേണ്ടി ബസ് വന്നു. ബസ് കയറിയ നമ്മളിവിടുത്തെ മാതിരി ഒന്നുമല്ല, കണ്ടക്ടർ അങ്ങനെ ഇരിക്കും, ആൾക്കാർ അങ്ങോട്ട് പോയി ടിക്കറ്റ്. അങ്ങനെ റാഷി അവിടെ പോയി 2 ടിക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങേണ്ട ഷോപ്പിലെത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഈ ഒരു കളർ ടിക്കറ്റ് ഉണ്ടോ, അത് ലേഡീസിനുള്ള ടിക്കറ്റ് ആണ്. ഇവിടെ ലേഡീസ് ഇങ്ങനെ ബസ് കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കളർ ടിക്കറ്റ് കിട്ടും, പക്ഷെ പൈസ കൊടുക്കണ്ട, ഫുള്ള് ഫ്രീ ആണ്. ബസ് ഇറങ്ങി പോകുന്ന വഴിക്ക് കണ്ടതാണ്. എങ്ങനെയുണ്ട് സെറ്റപ്പ്? നമ്മളെ നാട്ടിലൊക്കെ കാണാൻ ഒരു റൂം വേണം, ഫാൻ വേണം, AC വേണം, TV വേണം, എന്തൊക്കെ സംഭവം. ഇവിടെ കണ്ടോ, ഒരു കാലോട്ടി കസാലയും വക്കോട്ടി കണ്ണാടിയും കൊണ്ട് പരിപാടി കഴിയും. ഈ ഒരു കറുത്ത വെള്ളമാണ് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം. ഇവിടെ കണ്ടോ, ഒരു ബോധമില്ല ഒരു വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ട്രാഫിക്കാർ വന്നിട്ട് ലോക്കിട്ട് പോയി. എന്തായാലും ഇന്ന് ഫുള്ള് വെറൈറ്റികളാണ്. കണ്ടില്ലേ, കാറിന് മുകളിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ആദ്യം. പിന്നെ ഈ ഒരു ഭാഗം മുഴുവൻ ഈ മൊബൈലിന്റെ കേസ് വെക്കുന്നത്. ഇനി കുറച്ച് അപ്പുറത്ത് നേരത്തെ തന്നെ ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനെയാണ് സെറ്റപ്പ്. എന്തായാലും ഞാൻ രാവിലെ തന്നെ മാർക്കറ്റിൽ എത്തിയിരിക്കും. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓരോ ഷോപ്പ് കയറി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു. അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്നത് ഫ്രണ്ടിൽ ഗ്ലാസോ ഡോറോ ഒന്നുമില്ല, പക്ഷേ AC ഓൺ ആക്കിയിട്ടിരിക്കുന്നു ഷോപ്പിനുള്ളിൽ. ഇടക്കിടക്ക് ഇങ്ങനെ തോളിലൊക്കെ വെച്ചുകൊണ്ട് പോകണം, അപ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ. അങ്ങനെ നല്ല ചൂടായ കൊണ്ട് ഞങ്ങൾ 2 ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ച്.